ഈ ഒരു 4 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡ് അറിയാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് 5200 1943 കോംപ്ലിമെൻ്ററി ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചിലപ്പോൾ ഈ ഒരു ബോർഡ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഈ ബോർഡ് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ വാങ്ങിക്കാനുള്ള ഓൺലൈൻ ലിങ്കും ഇട്ടിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയല്ല ഓഫ്ലൈനായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് അയയ്ക്കുക. ഈ ബോർഡ് നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 5200 1943 കോമ്പിനേഷനിൽ ചിലരൊക്കെ ഈ ബോർഡ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു സൈഡ് മാത്രം ഹീറ്റ് ആവുക, അല്ലെങ്കിൽ ചില സമയം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 1N4007 ഡയോഡ്, ഈ ഡയോഡ് എല്ലാം ഒരേ ഫോർവേഡ് വോൾട്ടേജിലുള്ള ഡയോഡ്സ് ആയിരിക്കണം. നമ്മൾ നമ്മുടെ മൾട്ടിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, നമ്മുടെ ഡയോഡ് മോഡിലിട്ടിട്ട് അതിൻ്റെ പ്രോബ്സ് നമ്മൾ രണ്ട് പ്രോബ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിലെത്ര വോൾട്ടാണ് കാണിക്കുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള ബോർഡിൻ്റെ ഡയോഡ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഏകദേശം എത്ര വരുന്നുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 656 ആണ് വരുന്നത്. അപ്പം ഏകദേശം ഇത് ഈ ഒരു ബോർഡിന് വേണ്ടിയിട്ട് ഇതിപ്പം 1N4148 ഞാൻ എടുത്തേക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ ഇപ്പം നിങ്ങൾ 1N4007 എടുത്തത്. അപ്പോൾ ആ ഒരു ഡയോഡിൻ്റെ അകത്ത് സെയിം വാല്യൂസ് വരുന്ന ഡയോഡ്സ് ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മിക്സഡ് ആയിട്ടുള്ള ആ വാല്യൂ വ്യത്യാസം വരുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങൾക്ക് ഈ ബോർഡിൻ്റെ അകത്ത് ഇഷ്യൂസ് വരാറുള്ളത്. അപ്പോൾ മാക്സിമം ഈ ഒരു സെക്ഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോർഡിൽ ഒരു ഇഷ്യൂസും വരില്ല, ഞാൻ ഗ്യാരണ്ടി തരാം. ബിക്കോസ് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്യുവറായിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒരു സബ് വൂഫർ ഫിൽട്ടർ ബോർഡ് ഇറക്കിയിട്ടുണ്ട്. അപ്പം നിലവിൽ ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇനിയിപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട്. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലും ഒക്കെ ഈ ബോർഡിന് വരുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അത് ബൈ.